എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവർ ചതിയിൽപ്പെടുകയായിരുന്നു. ജ്വല്ലറി പൂട്ടിയതോടെ പ്രദേശത്തെ നിരവധി ആളുകൾ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു. തുടർന്ന് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിയ കേസിൽ 6 പേർക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. തട്ടിപ്പ് നടത്തി മുങ്ങിയ ജ്വല്ലറി ഉടമകളായ ഐലക്കാട് സ്വദേശി അബ്ദുറഹ്മാൻ, വേങ്ങനക്കര സ്വദേശി അബ്ദുൾ ലത്തീഫ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കേസിലെ മറ്റൊരു പ്രതിയായ കാലടി സ്വദേശി കുഞ്ഞി മുഹമ്മദ് പോലീസ് കസ്റ്റഡിയിലാണ്. അബ്ദുള്ള, സാനിഫ്, മൊയ്തീൻകുട്ടി എന്നിവരാണ് ഒളിവിലുള്ളത്. ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 1 കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടതിനാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 30 കോടിയിലധികമുള്ള തട്ടിപ്പ് ആണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ആ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടപ്പാൾ സ്വദേശികളായ 2 പേരിൽ നിന്നായി 1 കോടി 3 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് നിലവിൽ ചങ്ങരംകുളം പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 30 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സൂചന. ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉയരുമെന്നാണ് പോലീസ് കരുതുന്നത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.